എന്നും ഞാൻ എപ്പോഴും ഇങ്ങനെ സാരിയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്യാനുള്ള രീതിയിലാണല്ലോ എപ്പോഴും മൈൽ സ്റ്റോണിൽ വന്ന് നിൽക്കുന്നത്. ഇന്ന് അതിൽ നിന്നും ഒരു ചെറിയൊരു ഡിഫറൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ എന്നുള്ള ഒരു സംഭവത്തിലാണ് വന്നിരിക്കുന്നത്. അതായത് ഞാൻ ഇന്ന് ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് ഇപ്പോൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റെ ഷോയിലേക്ക് കയറാൻ പോവുക. അപ്പോൾ അതിനു മുമ്പ് ഇന്നിപ്പോൾ കുറച്ച് സമയമുള്ളപ്പോൾ വിചാരിച്ചു ശരി എന്ന് ഗെറ്റ് റെഡി വിത്ത് മീ എന്നുള്ളൊരു സംഭവം ചെയ്താലോ. അതായത് ഞാൻ റെഡി ആയിട്ട് എങ്ങനെയാണോ ഷൂട്ടിലേക്ക് കയറുന്നത് മേക്കപ്പ് ചെയ്ത് റെഡി ആയിട്ട് കയറുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സംഭവം തന്നെ ചെയ്തുകൊണ്ട് ഇന്നങ്ങ് ചെയ്യാം എന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ പൊതുവെ എനിക്ക് ഭയങ്കര ഒരു മടിയുള്ളൊരു കൂട്ടത്തിലാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് മേക്കപ്പ് ചെയ്ത് ഇങ്ങനെ നിൽക്കാന്നുള്ളത്. ചില സമയത്ത് ഷൂട്ടിന് പോകുമ്പോൾ ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത് കറക്റ്റായിട്ടെല്ലാം പോകും. ചില സമയത്ത് മടി പിടിക്കും. ചിലപ്പോൾ മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് ചിലപ്പോൾ അങ്ങനെ പോകും. അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരു ഒപ്പിക്കൽസിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് എന്തായാലും ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന് കയറുന്നത് കൊണ്ട് മേക്കപ്പ് വേണമെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ എന്നാൽ ശരി, കുറച്ച് എനിക്ക് വൃത്തിക്കിരിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോരുത്തരും ഓരോരോ രീതിയിലാണ് ഓരോരുത്തരുടെയും മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണത്. ബട്ട് എന്നാലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ചിലർ കൂടുതലായിട്ട് എപ്പോഴും സെൽഫ് മേക്കപ്പ് ചെയ്യാൻ ചില ആൾക്കാർക്ക് അത്രയും താല്പര്യം ഉണ്ടാവണമെന്നില്ല. ചിലർ എപ്പോഴും വേറൊരാൾ മേക്കപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴായിരിക്കും ചിലർക്ക് കൂടുതൽ ഒരു കംഫർട്ടബിൾ ആവുക ഇത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും ഞാൻ വളരെ ലൈറ്റ് മേക്കപ്പ് പ്രിഫർ ചെയ്യുന്നത് കൊണ്ടും കൂടി ആയിരിക്കാം ഞാൻ എപ്പോഴും സെൽഫ് മേക്കപ്പാണ് എപ്പോഴും പ്രിഫർ ചെയ്യുക. പിന്നെ ചെയ്തിട്ടുണ്ട് നേരത്തെയൊക്കെ ആണെങ്കിലും ഞാൻ എനിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ, അപ്പം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടെ പ്രിഫറബിളി ഇങ്ങനെ സെൽഫായിട്ട് വളരെ ലൈറ്റായിട്ട് അങ്ങ് മേക്കപ്പ് ചെയ്താണ് യൂഷ്വലി നിൽക്കാറുള്ളത്. അതുകൊണ്ടാണ് ചില പ്രോഗ്രാമുകൾക്ക് വരുമ്പോൾ മേക്കപ്പ് ഇല്ലാണ്ടും അങ്ങനെ വന്ന് നിൽക്കുന്നത്. പക്ഷെ ചിലരൊക്കെ നല്ല 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 മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇപ്പം എത്രയോ ഉണ്ട് നമ്മുടെ കൂടെ അല്ലേ. അപ്പോൾ അവരൊക്കെ വന്ന് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഇപ്പം നിങ്ങളുടെ അടിയിൽ വരാൻ പോകുന്ന കമൻറ്റ് എന്താണെന്ന് എനിക്കറിയാം. ചേച്ചിക്ക് എന്നാൽ മേക്കപ്പ് ചെയ്താൽ ചേച്ചി കുറച്ചും കൂടെ വൃത്തിക്ക് വന്ന് നിന്നേനേന്നായിരിക്കും ഇനി അടുത്ത് വരാൻ പോകുന്ന കമൻറ്റ്. ഇവിടെ ഇരുന്ന് ഇവരും പറയുന്നുണ്ടാക്കി കമൻറ്റൊക്കെ. ഓക്കെ, അപ്പം അങ്ങനെ ഞാൻ ബേസിക് സാധനത്തിലേക്കൊക്കെ ഓരോന്നോരോന്നായിട്ട് പോന്നു. എൻ്റെ മേക്കപ്പിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതെന്ന് എന്താണെന്നറിയോ, എനിക്ക് ഐ മേക്കപ്പിലാണ് എനിക്ക് എപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ പണ്ട് മുതലേ എനിക്ക് നിർബന്ധമുള്ളതും ഞാൻ ആകെ കുറച്ച് ഫോക്കസ് ചെയ്യണതും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ കണ്ണ് നല്ല കറുപ്പിക്കുക, നല്ല മസ്കാര ഇടുക, കണ്ണിലാണ് എന്താ ഇത്. അപ്പം മേക്കപ്പ് വേറെ അധികം ഫൗണ്ടേഷനോ കോമ്പാക്റ്റോ ഒന്നും ഇട്ടില്ലേ പോലും ഞാൻ വളരെയധികം കംഫർട്ടബിളാണ്. നല്ലൊരു കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ എനിക്കെന്തോ ഒരു കോൺഫിഡൻസ് കിട്ടും, കുറച്ചും കൂടെ ഞാൻ ഹാപ്പി ആവും. പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പം ചിലർ വളരെ പെട്ടെന്ന് മേക്കപ്പ് ചെയ്ത് തീരും, ചിലർ ഒരുപാട് സമയം എടുക്കും. മിക്ക ആൾക്കാർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ കണ്ണിൻ്റെ സൈഡിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യണത് മേക്കപ്പ് ചെയ്യാനായിട്ട്. ആ സെയിം കേസാണ് എനിക്കും. പിന്നെ പ്രത്യേകിച്ച് ഞാൻ കണ്ണിൻ്റെ കാര്യത്തിലുമൊക്കെ ഞാൻ കുറച്ചും കൂടെ കീനായിട്ട് ഞാൻ ഫിനിഷിങ്ങും ഇതൊക്കെ ഞാൻ കുറച്ച് വളരെ ശ്രദ്ധിക്കും. അപ്പോൾ ആ ഒരു കാര്യം വരുമ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു പൊടി എങ്ങാനും ഇതുപോലെ മാറിയിട്ടുണ്ടോ ഇല്ലയോ അതൊക്കെ ഞാൻ വളരെ കീനായിട്ട് ഒരു രണ്ടും ഒരുപോലെ ആക്കാൻ അങ്ങനെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് നല്ല ടൈം പോവും. അപ്പം ഞാനിനി എൻ്റെ അടുത്ത പ്രൈമറിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ പ്രൈമറൊക്കെ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ ബേസിക് മേക്കപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. പ്രൈമറൊക്കെ ഇട്ടു. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യട്ടെ. അതിന് മുമ്പേ ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന ഡ്രസ്സ് ഏതാണെന്നും കൂടെ കാണിക്കട്ടെ. ഇത് രമ്യ നിഖിൽ കളക്ഷൻസിൽ നിന്ന് തന്നെയുള്ള ഡ്രസ്സാണ് കേട്ടോ. സാരിയാണ്, നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാരി. ഇന്നത്തെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റെ ഗസ്റ്റ് യൂഷ്വലി എപ്പോഴും ഞാൻ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുമ്പം നമ്മുടെ കൂടെ വരാൻ പോകുന്ന ഗസ്റ്റ് ആരാണോ അവരുടെയും കൂടെയൊക്കെ അങ്ങനെയും കൂടെയൊക്കെ ഒന്ന് കൺസിഡർ ചെയ്തിട്ടാണ് എപ്പോഴും ഞാൻ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് വരാൻ പോകുന്ന ആളുടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സാരിയൊക്കെ ഉടുക്കാം, അതായിരിക്കും കുറച്ചും കൂടെ ഭംഗി എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്ത് റെഡിയാക്കി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സാരി
ഈ സാരിയൊക്കെ ഉടുത്ത് ഞാനിപ്പോൾ പെട്ടെന്ന് റെഡി ആവാം. പക്ഷേ ഇവിടെ എൻ്റെ കൂടെയുള്ള ടീം, ഞാൻ എപ്പോഴും പറയാറില്ല, എൻ്റെ കൂടെയുള്ള കുറേ തെമ്മാടി കുട്ടന്മാരുണ്ട് ഇവിടെ. അപ്പോൾ അവരെല്ലാവരും കൂടി ഇന്നിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇന്നത്തെ ഷൂട്ടിന് ഞങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട് തുടങ്ങാനായിട്ട്. അതുകൊണ്ടാണ് ഈ കലാവിരുന്നൊക്കെ ഞങ്ങൾ ഇവിടെ തുടങ്ങിയത്. ഇപ്പം മൈൽ സ്റ്റോണിൽ ഞാനിപ്പം കുറേ ഷോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിനകത്ത് നിന്നും സെലക്ട് ചെയ്തിട്ട് കുറേ ആൾക്കാർ ഓരോരോ പ്രോഗ്രാം കാണുമ്പോഴും ഓരോ എപ്പിസോഡിനകത്തു നിന്നുമൊക്കെ ഓരോരോ ചോദ്യങ്ങളൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനത്തെ കുറേ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഇവിടെ എൻ്റെ കൂടെയുള്ള എൻ്റെ ടീം ഇന്നിപ്പോൾ ആ കുറച്ച് ചോദ്യങ്ങൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളുമായിട്ട് ഞാൻ സാരിയൊക്കെ ഉടുത്ത് ഒന്ന് സുന്ദരിയായിട്ട് വരാം. എന്നിട്ട് ആ ചോദ്യങ്ങൾക്കുള്ള ആൻസറും ആ ചോദ്യങ്ങളും ആൻസറുമായിട്ട് ഞാൻ ഇനി ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് വരാം കേട്ടോ. അപ്പോൾ അവരെന്തൊക്കെ ചോദ്യങ്ങളാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് എന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ ഇനി സാരിയൊക്കെ കൊടുത്താൽ റെഡി ആയിട്ട് വരാം. ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചൊരു ചോദ്യം തീർച്ചയായിട്ടും ഇവർ സെലക്ട് ചെയ്തതിനകത്ത് ഉണ്ടാവും. നമുക്ക് നോക്കാം. ആ ചോദ്യവും ആ ആൻസറുമായിട്ട് ഉടനെ മീറ്റ് ചെയ്യാം. അങ്ങനെ ദാ ഞാൻ റെഡിയായി, സാരിയൊക്കെ കൊടുത്തു. ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റെ ഗസ്റ്റ് വന്നിട്ടില്ല, കുറച്ച് സമയം കൂടി എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ എൻ്റെ കൂടെ ടീം കുറച്ച് ചോദ്യങ്ങൾ റെഡിയാക്കി എന്ന് പറഞ്ഞില്ലേ. അപ്പം അങ്ങനെ ആ Q&A സെഷൻ ഇനി തുടങ്ങാം. അവിടെ കുറച്ച് ചോദ്യങ്ങളെല്ലാം റെഡിയാണ്. നിങ്ങളായിട്ട് തന്നെ ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട്. അതെല്ലാ ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിൽ നിന്നും ഏകദേശം ഒരു 10 ചോദ്യത്തോളം ഇവർ റെഡിയാക്കിയിട്ടുണ്ട്. അതിനുള്ള ആൻസറുമായിട്ടാണ് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഒരുപാട് സന്തോഷം. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഷോ ശരിക്കും അതൊരു ഭയങ്കര ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് അല്ലേ. നമ്മളെല്ലാവരും ഇതുവരെ ഒരു എന്താ പറയുക, ഇത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഫോർമാറ്റ് തന്നെയാണ്. മാത്രമല്ല ഓരോ ഗസ്റ്റിനെ നമ്മൾ വരും, അവരെ ഇഷ്ടപ്പെട്ട അവരുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് സർപ്രൈസസ്, അങ്ങനെ ഒരുപാട് സെഗ്മെൻറ്റ്സ് കൊണ്ട് കോർത്തിണക്കിയ മനോഹരമായ ഒരു ഷോ ആണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. എനിക്കും എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഷോ തന്നെയാണത്. ഇതിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം നിങ്ങൾ പറഞ്ഞ ലിസ്റ്റ്, അർജുൻ ആണെങ്കിലും സുപ്രിയ ആണെങ്കിലും അപർണ ആണെങ്കിലും, തീർച്ചയായിട്ടും നമുക്കും ഒരുപാട് താല്പര്യമുള്ളതാണ് ഇവരെയും കൊണ്ടുവരണമെന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഉടനെ തന്നെ അവരുടെയും കൂടെ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റും കൂടെ നോക്കിയിട്ട് നിങ്ങൾ കാത്തിരുന്നോളൂ. ഉടനെ തന്നെ നമുക്ക് അവരുടെ ഒരു ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഷോ നമുക്ക് കറക്റ്റ് അതായത് എന്താ പറയുക, ഓരോന്നും നടക്കേണ്ട സമയത്ത് നടക്കുമെന്ന് പറയില്ലേ, അതേപോലെ ആ ഒരു നല്ല സമയം ഉടനെ തന്നെ എത്തട്ടെ എന്ന് നമുക്ക് എന്താ പറയുക, വെയിറ്റ് ചെയ്യാം അല്ലേ ആ സമയത്തിന് വേണ്ടിയിട്ട്. മേഘനയുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ പൊതുവെ കമൻസ് അങ്ങനെ നോക്കുന്ന ഒരു കൂട്ടത്തിലല്ല, അതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ മൈൽ സ്റ്റോണിൽ തന്നെയുള്ള നമ്മുടെ കൂടെയുള്ള ആൾക്കാരുണ്ട്, ഇതിന് തന്നെ നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെയും പിന്നെ എൻ്റെ ടീമിലുള്ളവരും ഒക്കെ പറഞ്ഞു, ചേച്ചി അതിന് കുറേ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കുറേ കമൻസ് പോകുന്നുണ്ട്. പലർക്കും ഇങ്ങനെ എന്തിനാണ് ഞാൻ മേഘനയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, ചേച്ചിക്ക് എന്തറിയണം, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡിവേഴ്സ് മാത്രം ഇങ്ങനെ ട്രിക്ക് ചെയ്ത് ചോദിക്കണത്, അങ്ങനെയൊക്കെ ഓരോ കമൻസ് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഒരു സത്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ, എന്താ പറയുക, ഞാൻ ആ മേഘനയുടെ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോഴും ചെയ്യുന്നതിന് മുന്നേയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ആ കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ചെയ്ത് കഴിഞ്ഞിട്ടും എന്നെ ഹഗ് ചെയ്ത് അവർ ഒരുപാട് സന്തോഷത്തോടെ, അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിൽ അതിന് ശേഷവും, നമ്മുടെ ഇപ്പോൾ ഇത് പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷവും അവർ മെസ്സേജ് അയച്ചു. അവർ ഭയങ്കര അധികം ഹാപ്പിയാണ്, അവർക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എന്തൊക്കെയാണ് ചോദിക്കാൻ പോണേന്നുള്ളത് ഏകദേശം കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചോദിച്ചിരുന്നു. ചോദിക്കുമ്പോഴും ചോദിക്കുന്നുണ്ട്, കംഫർട്ടബിൾ ആണോ, ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. ഞാൻ ഈ മുന്നിൽ ഇതുപോലെ മേഘനെ പോലെ ഏതൊക്കെ ആർട്ടിസ്റ്റുകളാണോ വരുന്നത് അവരുടെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അവർ വളരെയധികം കംഫർട്ടബിൾ ആണ്. രമ്യ ധൈര്യമായിട്ട് ചോദിച്ചോളൂ, ഞാൻ അതിന് ആൻസർ ചെയ്തോളാം എന്നാണ് ഇന്ന് വരേക്കും എനിക്ക് വന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസും എനിക്കുള്ള ഒരു അനുഭവം കേട്ടോ. അങ്ങനെ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഗസ്റ്റിന് അൺകംഫർട്ടബിൾ ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലോ ഒരു രീതിയിലും ഞാൻ അവരെ ഫോഴ്സ് ചെയ്തിട്ട് ഒരു ചോദ്യവും ടിൽ ഡേറ്റ് ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിക്കുകയില്ല. അവരെ മാനിച്ചുകൊണ്ട്, അവരുടെ ആ കംപ്ലീറ്റ് വിത്ത് ഡ്യൂ റെസ്പെക്റ്റ് ആണ് ഞാൻ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ഒരാളുടെ നെഗറ്റീവ് സൈഡോ അല്ലെങ്കിൽ അവരുടെ ഡിവേഴ്സായ കാര്യങ്ങൾ മാത്രമോ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടല്ല. ദയവ് ചെയ്ത് അങ്ങനെ കമൻറ്റ് ചെയ്തവർ, ഒരു എപ്പിസോഡ് മാത്രമല്ല ഞാൻ മേഘനയുടെ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു 2-3 എപ്പിസോഡുകൾ പോയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ വിശേഷങ്ങളും നമ്മൾ പറയുന്നുണ്ട്. അതിനകത്തെ ഒരൊറ്റ ചോദ്യം മാത്രമായിരുന്നു അത് ആ കുട്ടിക്ക് പറയാൻ ഒരു കുഴപ്പം ഉണ്ടായില്ല. അവൾ വളരെ സന്തോഷത്തോടെ വളരെ ജോവിയലായിട്ട് നമ്മൾ ആ ഒരു സെഷൻ എൻഡ് ചെയ്തതാണ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ കമൻറ്റ് ചെയ്യണതെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിന് ഒരുപാട് നന്ദി.
അനുശ്രീയെ കാണാൻ എന്താണ് ഒരു വഴി എന്ന് എന്തിനാ ചോദിക്കുന്നത്? സമ്മാനത്തിന്റെ ഓരോ പ്രാവശ്യവും ഞാൻ പറയാറില്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരത്തിനെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടോ എങ്കിൽ നിങ്ങൾ മൈൽ സ്റ്റോണിലേക്ക് ഒന്ന് DM ചെയ്താൽ മാത്രം മതി. ഒന്ന് ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാക്സിമം ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതെല്ലാം നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ അവൈലബിലിറ്റിയും കൂടെ നോക്കിയിട്ടാണ്. അവരൊക്കെ ഓരോരുത്തരും ബാക്ക് ടു ബാക്ക് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരോ ദിക്കിലായിരിക്കും. അപ്പോൾ അവരുടെ അവൈലബിലിറ്റിയും കൂടെ നോക്കി അവരുടെ സമയം നോക്കിയിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു സമ്മാനം എന്നുള്ള പ്രോഗ്രാം തുടങ്ങിയിരിക്കുന്നത് തന്നെ നിങ്ങളുടെ ഈ ഒരു ഇഷ്ടം മാനിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും സമ്മാനം എന്നുള്ള ഈ പുതിയ ഷോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും വെയിറ്റ് ചെയ്തോളൂ കേട്ടോ. ഇതേപോലത്തെ കുറേ നല്ല സമ്മാനത്തിൻ്റെ എപ്പിസോഡുകൾ ഇതേ വരാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെന്താ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആങ്കർ ആവാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മോസ്റ്റ് വെൽക്കം. മൈൽ സ്റ്റോൺ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ആങ്കർ ഹണ്ട് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് നല്ല ജെനുവൻ ആയിട്ട് ഇതേപോലെ നല്ല ഫ്രീക്വൻ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് പറ്റും. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രസൻറ്റബിൾ ആയിട്ടുള്ള ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ആവാം നല്ലൊരു ആങ്കർ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒന്ന് റെഡിയാക്കുക. എന്നിട്ട് ഇതേ താഴെ കാണിക്കുന്ന ഈ ഒരു മെയിൽ ID-യിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒന്ന് അയച്ചു തന്നാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്കായി ഈ ഒരു മൈൽ സ്റ്റോണിൻ്റെ ഈ ഒരു ഞാൻ ഇരിക്കുന്ന പോലത്തെ ഇങ്ങനെ ഒരു സീറ്റ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആഹാ, അഞ്ജുവിനെ കൊണ്ട് ഞാൻ പാട്ട് പാടിപ്പിച്ചല്ലോ. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന ആൾ അഞ്ജുവിൻ്റെ ഫുൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ആ ചോദ്യം വന്നത്. അഞ്ജുവിൻ്റേത് ഒരുപക്ഷെ നിങ്ങൾ അതും 2-3 എപ്പിസോഡായിട്ടാണ് നമ്മൾ ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ആദ്യത്തെ എപ്പിസോഡിൽ ഒരു മാറ്റർ തന്നെയായിട്ടുണ്ടാവും. മറ്റേ സെഗ്മെൻറ്റിൽ വേറൊരു സെഗ്മെൻറ്റിനകത്ത് അഞ്ജു ഒരുപാട് പാട്ടുകൾ പാടുന്നുണ്ട്. അതിനുവേണ്ടി തന്നെ വേറെ സെഗ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടാവും. ദയവ് ചെയ്ത് ഒന്നും കൂടെ നമ്മുടെ മൈൽ സ്റ്റോണിൻ്റെ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ അഞ്ജു പാടിയോ അതോ ഒന്നൊന്നുമല്ല, ഒരുപാട് നല്ല പാട്ടുകൾ അഞ്ജു പാടിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കാണാനും പറ്റും, ആസ്വദിക്കാനും പറ്റും. പിന്നെ ഈ അഞ്ജുവിൻ്റെ എപ്പിസോഡിനകത്തും മേഘനയുടെ എപ്പിസോഡിനകത്തും ഒക്കെ കുറച്ചിങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കമൻസ് ഒക്കെ വന്നു. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ സ്വകാര്യതയിലേക്ക് ചെന്ന് കയറിയത്, എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ രമ്യയ്ക്ക് അറിയേണ്ടതുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ വന്നു എന്നൊക്കെ എൻ്റെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു. അപ്പം ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത്തരത്തിലുള്ള നമ്മളെപ്പോഴും നമ്മുടെ ഒരു ജീവിതത്തിൽ മാതൃകാപരമാക്കാനായിട്ട് എല്ലാവരും എപ്പോഴും റോൾ മോഡൽ ആക്കാനൊക്കെ ആയിട്ട് സെലിബ്രിറ്റീസിനെ ആയിരിക്കും പെട്ടെന്ന് എല്ലാവരും പ്രത്യേകം ഇങ്ങനെ കമ്പയർ ചെയ്യാനൊക്കെ പറയുന്നതും ഒക്കെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു സെലിബ്രിറ്റി ഇത്രയും ഒരു ഹാർഡ് ടൈംസിലൂടെ പോയപ്പോൾ അവരെങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്തത്, അല്ലെങ്കിൽ അവരെങ്ങനെ അതിനെ ടാക്കിൾ ചെയ്തു. ഇപ്പം അഞ്ജുവിൻ്റെ കേസിൽ തന്നെ OCD എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ അഞ്ജു അതിനകത്ത് നിന്നും എങ്ങനെയാണ് ഇപ്പം മാറി വന്നിരിക്കുന്നത്, എങ്ങനെ അഞ്ജു അതിനെ ഹാൻഡിൽ ചെയ്യുന്നു, ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഈ ലോകത്ത് ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. നമ്മളിൽ മിക്കവരും ഫേസ് ചെയ്യുന്ന കുറേ ഇഷ്യൂസിൽ അതിനെ എന്താ പറയുക, ഇപ്പം മേഘനയുടെ ആണെങ്കിലും അഞ്ജുവിൻ്റെ ആണെങ്കിലും ഇതേപോലത്തെ ഒരുപാട് പേര് നമുക്ക് പരിചയത്തിൽ തന്നെ ഉള്ളവരിലും ഒക്കെ ഉണ്ടാവും അല്ലേ. നമ്മുടെ സൊസൈറ്റിയിൽ എത്രയോ പേരാണ്. ഒരു പക്ഷേ അവരും ഈ ഒരു പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷേ ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അയ്യോ, ഞാനും ഗോ ത്രൂ ചെയ്യണത് ഈ സെയിം സിറ്റുവേഷനിലൂടെയാണല്ലോ. അപ്പോൾ അഞ്ജു എത്ര വയസ്സായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്തത്, അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, ഞാൻ പേര് പറയുന്നില്ല, ആരാണെങ്കിലും അവർ എത്ര വയസ്സായിട്ടാണ് ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തത്, സോ ഞാനും ഇതിനെ അങ്ങനെ തന്നെ കാണണം എന്നുള്ളൊരു മെസ്സേജ് ഒരു പക്ഷേ നമുക്ക് ഇത്തരത്തിലുള്ള ഷോയിലൂടെ നമുക്ക് ഒരുപാട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഗസ്റ്റുകൾ അവർക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യാനും അവർക്ക് ആ ചോദ്യത്തിന് ആൻസർ ചെയ്യാനും അവർ കംപ്ലീറ്റ് 100% അവർ വില്ലിങ് ആണ്. അവരുടെയും കൂടെ താല്പര്യം മനസ്സിലാക്കിയിട്ട് മാത്രമാണ് മൈൽ സ്റ്റോണിൽ നിന്നുള്ള ഏത് ഷോയിലാണെങ്കിലും നമ്മൾ ചോദ്യം ചോദിക്കുന്നതിനും അതിനുള്ളതൊക്കെ. നമ്മൾ നമ്മുടെ ഗസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിക്കില്ല. അത് ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ ആ ഒരു പ്രൈവസി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എപ്പോഴും ഞങ്ങൾ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യാറുള്ളൂ. ഓണത്തിന് ഒരുപാട് പരിപാടികളുണ്ടല്ലോ പുതിയതായിട്ട്. മാത്രമല്ല, ഓണം എന്നല്ല, മൈൽ സ്റ്റോണിൽ എന്നും ആഘോഷങ്ങൾ മാത്രമാണ്. എത്രയെത്ര വെറൈറ്റി ആയിട്ടുള്ള ഷോസാണ് മൈൽ സ്റ്റോണിലൂടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള നമ്മുടെ സാറ്റലൈറ്റ് ചാനലിൽ മാത്രം കണ്ടു വന്നിരിക്കുന്ന തരത്തിലും അല്ലാത്തതുമൊക്കെ ആയിട്ടുള്ള പുതിയ പുതിയ ഓരോ ഐഡിയാസും ഒക്കെ ഡിജിറ്റലിൽ ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതുമായി എന്തൊക്കെയോ ഐഡിയാസാണ് ഇതുവരേക്കും മൈൽ സ്റ്റോൺ തന്നെ ചെയ്തിരിക്കുന്നത് അല്ലേ. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഷോസ് ഇതിനകം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത മൈൽ സ്റ്റോൺ എന്തായാലും ഓണം എന്ന് പറഞ്ഞ് ഇത്രയും നല്ലൊരു ഫെസ്റ്റിവൽ വരുമ്പോൾ തീർച്ചയായിട്ടും സ്പെഷ്യൽ പ്രോഗ്രാം ചെയ്യില്ലേ.
നിങ്ങൾ ചിങ്ങം 1 നമ്മൾ ടെലികാസ്റ്റ് ചെയ്ത, അതായത് പ്രിയങ്കയിൽ നിന്നുമാണ് നമ്മൾ ചിങ്ങം 1 ഓണം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ നമ്മൾ ഓരോ ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പുതിയ പ്രോഗ്രാം സമാനം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് ഷോസ് ഇനി വരുന്നുണ്ട്. കെന്ന ഷോയിലൊക്കെ ഇപ്പോൾ കുറേ നല്ല ബ്യൂട്ടിഫുൾ ഗസ്റ്റുകൾ വരുന്നു. പിന്നെ ഓണത്തിന് ഇത് മാത്രമല്ല, ഓണത്തിന് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം കൂടെ ഇനി മൈൽ സ്റ്റോണിൽ പുതിയതായിട്ട് ഒരു ഷോയും കൂടെ വരാൻ പോകുന്നുണ്ട്. അത് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഷോ ആണ്, പുതിയതായിട്ടൊരു ഷോ. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ പറയാം. പിന്നെ വേറൊന്നുള്ളത്, നമ്മുടെ സെലിബ്രിറ്റികൾ, നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ താരങ്ങൾ നിങ്ങളിലേക്ക് ഓണ സമ്മാനവുമായിട്ട് ഓണക്കോടിയായിട്ട് എത്തുന്ന ഓണരഥം എന്ന് പറഞ്ഞ ഒരു ഷോയും കൂടെ നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഓണ സ്പെഷ്യൽ പ്രോഗ്രാംസ് എല്ലാം തന്നെ അത്തം മുതൽ ചതയം വരെ 13 ദിവസം ഇങ്ങനെ ഒരുപാട് ഓണ സ്പെഷ്യൽ പ്രോഗ്രാംസ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഓണമേളം 2024 എന്ന പേരിലാണ് മൈൽ സ്റ്റോണിലൂടെ നമ്മളത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. നിധി ഒളിപ്പിച്ച് ഞാൻ ആ വീട്ടിൽ എന്തൊക്കെ കണ്ടു അതെല്ലാം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ബൈച്ചേട്ടൻ എന്നെ അങ്ങോട്ട് ഇങ്ങനെ വിട്ടില്ലല്ലോ, ഇങ്ങനെ ആ വാർഡ്രോബിൻ്റെ അകത്തുനിന്ന് സ്റ്റെപ്പ് എന്നാണ് ബൈച്ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് പോകാൻ നോക്കിയപ്പോഴത്തേക്ക് എന്നെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തു. പിന്നെ ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ അവർ സമ്മതിച്ചാലേ നമ്മൾ കാണുകയുള്ളൂ. നമ്മുടെ ഗസ്റ്റ് അവിടെ നോ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ആരെയും നമ്മൾ പുഷ് ചെയ്യോ നമ്മളൊന്നും ഫോഴ്സ് ചെയ്യോ ഒന്നും ചെയ്യില്ല. അപ്പം ഞാൻ അവിടെ ആ നിധി വെച്ചിരിക്കുന്ന സംഭവം ഒന്നും കണ്ടില്ല. പിന്നെ അതിനുശേഷം വൈചേട്ടൻ്റെ ഒരു സ്പെഷ്യൽ ഇൻ്റർവ്യൂ നമ്മൾ ചെയ്തിരുന്നു. അന്നും നമ്മളിത് സംസാരിച്ച് പോയി. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു നിധി നമ്മൾ വെക്കുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ നമ്മൾ അതിനകത്ത് കൂടുതൽ ഡീറ്റെയിലിങ്ങിലേക്ക് പോകണ്ടല്ലോ, അതുകൊണ്ട് കണ്ടിട്ടില്ല. അയ്യോ, എൻ്റെ ഹോം ടൂറിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങോ? എൻ്റെ ഒരു സാധാരണ വീടാണ്. നിങ്ങൾ വലിയ പ്രതീക്ഷ വെച്ച് കാണാൻ മാത്രമുള്ള ഒന്നുമില്ല. ഒരു സാധാരണ, നിങ്ങളുടെ പോലെ തന്നെ ഒരു സാധാരണ വീടാണ് എൻ്റേതും. പിന്നെന്താ, തീർച്ചയായിട്ടും കാണിക്കാം. പ്രത്യേകിച്ച് കാണിക്കാൻ മാത്രമുള്ള സംഭവങ്ങളോ കാണിക്കാതിരിക്കാൻ മാത്രമുള്ള മോശമോ ഒന്നും അതിലില്ല. തീർച്ചയായിട്ടും സമയം പോലെ ഒരു ദിവസം എൻ്റെ വീടും കാണിക്കാം തീർച്ചയായിട്ടും. ബി വിത്ത് രമ്യയിൽ ഇനി ഒരുപാട് പേരുണ്ട്. നമ്മുടെ ചുറ്റും നമ്മുടെ കൺമുമ്പിൽ കാണുന്ന എത്രയോ പേരുകളാണ്. എന്താ പറയുക, അത് ബി വിത്ത് രമ്യയിൽ ആക്ടേഴ്സ് മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ സിംഗേഴ്സ് മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ ഇന്ന പ്രൊഫൈലിലുള്ളവർ വരുള്ളൂ, അങ്ങനെ ഒന്നും അല്ലല്ലോ. ബി വിത്ത് രമ്യ എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയൊരു ടാഗ് ലൈനോട് കൂടി തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ആഴങ്ങളിലേക്ക് ഒരു യാത്ര, അല്ലേ? അതായത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളും അവർ ഫേസ് ചെയ്തിട്ടുള്ള, അത് എത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് അവരതിനെ ഫേസ് ചെയ്തത്, അതിലൂടെ അവർ പുറത്തേക്ക് വന്നത്, അവരുടെ ജീവിതത്തിൽ വിജയിച്ചത്, അങ്ങനത്തെ നമുക്ക് എല്ലാവർക്കും ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ല കഥകളുമായിട്ടാണ് അവർ ബി വിത്ത് രമ്യയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഒരുപക്ഷെ ബി വിത്ത് രമ്യയിൽ എത്തുന്ന ഈ ആർട്ടിസ്റ്റുകൾ ഇത്തരത്തിൽ അവർ പബ്ലിക്കലി വന്നിട്ട് അവരുടെ പ്രശ്നങ്ങളും അവരതെങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും ചിലർക്കത് പബ്ലിക്കലി വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അത് ആക്ച്വലി അവർക്കും അതൊരു വെന്റ് ഔട്ട് സെഷൻ തന്നെയാണ്. അതും മാന്യ പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കണം. ചില ആൾക്കാർക്ക് അത് ഉള്ളിൽ ഒതുക്കി നിൽക്കുന്നതിനെക്കാട്ടിലും ഇത്തരത്തിൽ അവർക്ക് അവർ ഫേസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് വെന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർക്കും ശരിക്കും നല്ലൊരു റിലീഫായിരിക്കും. അവർ ആ പറയുന്നതിലൂടെ നമ്മളെപ്പോലെ എത്രയോ ആൾക്കാർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ബി വിത്ത് രമ്യയിൽ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളെ നമുക്ക് ഇനിയും ഇതുപോലെ കാണാൻ പറ്റട്ടെ എന്ന് ഞാനും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഇനി ആരാന്ന് ഞാനും ഇതേ ചോദ്യം എൻ്റെ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോ അല്ല. അത് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം അതിൻ്റെ പിന്നിൽ നമ്മുടെ പ്രൊഡ്യൂസർ ചെയ്യുന്ന ഹാർഡ് വർക്ക് എത്രത്തോളം ഉണ്ടെന്ന്. കാരണം അത് വെറുതെ ഒരു ഗസ്റ്റ് മാത്രം വന്നിരുന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, വെറുതെ അവരുമായിട്ട് ചാറ്റ് ചെയ്യുന്ന മാത്രം ഒരു ഇൻ്റർവ്യൂ സെഷൻ അല്ല. അതിനകത്ത് നമ്മൾ അവർക്ക് കൊടുക്കാൻ ഒരുപാട് സർപ്രൈസസ്, അത് ഓഡിയോയിലൂടെയും വീഡിയോയിലൂടെയും പിന്നെ നേരിട്ടും അവരുടെ ഫ്രണ്ട്സും, അങ്ങനെ ഒരുപാട് സെഗ്മെൻറ്റ്സ് കോർത്ത് എനിക്ക് ഒരു ഷോ ആണ്. അപ്പോൾ അതിന് നമുക്ക് എന്താ പറയുക, അതിന് പറ്റിയൊരു ആർട്ടിസ്റ്റ്, ഇപ്പം ഓണമൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ അതിന് പറ്റിയ രീതിയിൽ നല്ലൊരു ഗസ്റ്റ് ഉടനെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനും ഇരിക്കുന്നത്. ഓണം സ്പെഷ്യലായിട്ട് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹം എനിക്കുമുണ്ട്. നോക്കാം നമുക്ക് ആരാണ് വരാൻ പോണതെന്ന്. പിന്നെ വേറൊരു ഗുഡ് ന്യൂസും കൂടെ പറയട്ടെ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ പോലെ തന്നെ വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ഷോ നമ്മൾ മൈൽ സ്റ്റോൺ ഓണത്തിന് പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നു. ആ ഷോയുടെ പേര് അനശ്വരം എന്നാണ്. ഞാൻ തന്നെയായിരിക്കും ആ ഷോയും ചെയ്യുന്നത്. ആ ഷോ എന്ന് പറയുന്നത് മൺമറ
പറഞ്ഞു പോയ ഇന്നും നമ്മുടെ ഹൃദയത്തിലൊക്കെ വലിയൊരു സ്ഥാനം നമ്മൾ കൊടുക്കുന്ന, നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ട, ആദരിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ടല്ലേ. അവരൊക്കെ നമ്മളെ വിട്ടുപോയ ഒരുപാട് പേരുണ്ട്. അവരെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ അവർ നമുക്ക് തന്നിരിക്കുന്ന കുറേ സന്തോഷങ്ങൾ, ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ, ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു മനോഹരമായ ഒരു ഷോ ആണ് അനശ്വരം എന്ന് പറയുന്നത്. അത് അവരുടെ എന്താ പറ്റുക, ചുറ്റിപ്പറ്റിയുള്ള അവരുടെ ഫ്രണ്ട്സ് ആവാം, അവരുടെ ഫാമിലി ആവാം. ഇപ്പം ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മുടെ മരിച്ചുപോയ ഒരാളുടെ നോക്കിക്കഴിഞ്ഞാൽ അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആരൊക്കെയാണോ, അത് ഓരോ ആർട്ടിസ്റ്റുകളെയും ഡിപ്പെൻഡ് ചെയ്ത് അവർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അവരെക്കുറിച്ചുള്ള നല്ല നല്ല ഓർമ്മകൾ നമ്മളോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ നമ്മൾ മാക്സിമം ആൾക്കാരെ നമ്മൾ ഇങ്ങോട്ട് കണക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യും. അപ്പോൾ അതിൻ്റെ എപ്പിസോഡൊന്നും ഇതുവരേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങിയിട്ടില്ല. ഉടനെ തന്നെ തുടങ്ങി നമ്മൾ ഓണത്തിലേക്ക് ആ ഒരു പ്രോഗ്രാം അനശ്വരം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കൂ. ഞങ്ങൾ ആ മനോഹരമായ ഷോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഉടനെ എത്തും. അപ്പോൾ അങ്ങനെ എൻ്റെ Q&A സെഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 10 ചോദ്യങ്ങളോളം ഉണ്ടായിരുന്നു. അതിനെല്ലാം ഞാൻ ആൻസർ ചെയ്തു. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങളൊക്കെ എനിക്ക് തരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ഉടനെ തന്നെ അടുത്ത ഒരു ഷോയിലൂടെ, അടുത്ത നല്ലൊരു പ്രോഗ്രാമിലൂടെ വീണ്ടും സന്ധിക്കും. വരേക്കും വണക്കം, ബൈ. കാണാം കേട്ടോ.